കെ സ്മാർട്ടിലെ ബിൽഡിംഗ് സെസ് മൊഡ്യൂളിൻ്റെ പ്രവർത്തന രീതി. ഫോറം 1 സമർപ്പിക്കുന്ന കെ സ്മാർട്ട് ആപ്ലിക്കേഷനിൽ ലോഗിൻ എന്ന ഓപ്ഷനിൽ സിറ്റിസൺ ലോഗിൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ മൊബൈൽ നമ്പർ, OTP എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. കെ സ്മാർട്ട് ആപ്ലിക്കേഷനിൽ ലോഗിൻ ഇല്ല എന്നുണ്ടെങ്കിൽ രജിസ്റ്റർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് പുതിയ ലോഗിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത ശേഷം അപ്ലൈ എന്ന ഓപ്ഷനിൽ ബിൽഡിംഗ് സെസ് മൊഡ്യൂൾ തിരഞ്ഞെടുക്കുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ ബിൽഡിംഗ് സെസ് എന്നതിൽ നിന്നും ന്യൂ അസസ്മെൻറ്റ് ഫോം 1 എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിർമ്മാണം നടത്തുന്ന ലോക്കൽ ബോഡിയുടെ വിവരങ്ങളും ലോക്കൽ ബോഡിയിൽ നിന്നും നിർമ്മാണത്തിന് ലഭ്യമായ പെർമിറ്റ് വിവരങ്ങളും രേഖപ്പെടുത്തി പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ കെട്ടിട നിർമ്മാണം നടത്തുന്ന ഉടമസ്ഥൻ്റെ, അതായത് വ്യക്തിയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തുക. ഒന്നിൽ കൂടുതൽ ഉടമസ്ഥരുണ്ടെങ്കിൽ അതും ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഉൾപ്പെടുത്തിയ വിവരങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താനും ഒഴിവാക്കാനും സാധിക്കുന്നതാണ്. കെട്ടിട ഉടമ ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വെൽഫെയർ ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ, രജിസ്ട്രേഷൻ നടത്തിയ തീയതി എന്നിവ രേഖപ്പെടുത്തി പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ B&OCW രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് നോ എന്ന് രേഖപ്പെടുത്താവുന്നതാണ്. തുടർന്ന് വരുന്ന സ്ക്രീനിൽ പെർമിറ്റ് പ്രകാരമുള്ള കെട്ടിട നിർമ്മാണ വിവരങ്ങൾ, നിർമ്മാണത്തിൻ്റെ തരം, കെട്ടിടത്തിൻ്റെ തരം, വിസ്തീർണം തുടങ്ങിയവ രേഖപ്പെടുത്താവുന്നതാണ്. ഒരേ കെട്ടിട തരത്തിലുള്ളവ ഒരുമിച്ച് ഒരു എൻട്രിയായി രേഖപ്പെടുത്തിയാൽ മതിയാകും. നിർമ്മാണത്തിൻ്റെ തരം എക്സ്റ്റൻഷൻ ആണെങ്കിൽ നിലവിലുള്ള കെട്ടിടത്തിൻ്റെ തരം, വിസ്തീർണം, നിലവിലുള്ള ഭാഗത്തിൻ്റെ സെസ് തുക ഒടുക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ തുടങ്ങിയവ കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഒന്നിലധികം കെട്ടിട തരമുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്താവുന്നതാണ്. രേഖപ്പെടുത്തിയ വിവരങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താനും ഒഴിവാക്കാനും സാധിക്കുന്നതാണ്. കെട്ടിട നിർമ്മാണത്തിന് പ്രതീക്ഷിക്കുന്ന തൊഴിലാളികളുടെ എണ്ണം, കെട്ടിട നിർമ്മാണം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന സമയം, കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന സമയം എന്നിവയും രേഖപ്പെടുത്തുക. കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച പെർമിറ്റിൻ്റെ പകർപ്പ് അറ്റാച്ച് ചെയ്യുക. ഒന്നിലധികം ഫയലുകൾ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അറ്റാച്ച് ചെയ്ത ഫയലുകൾ ഓപ്പൺ ചെയ്ത് കാണുന്നതിനും തെറ്റുണ്ടെങ്കിൽ ഒഴിവാക്കുന്നതിനും സാധിക്കുന്നതാണ്. ശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പ്രീവ്യൂ സ്ക്രീനിൽ നിലവിൽ രേഖപ്പെടുത്തിയ എല്ലാ വിവരങ്ങളും കാണാവുന്നതാണ്. പരിശോധിച്ച് ബോധ്യപ്പെട്ടാൽ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തിരുത്തൽ വരുത്തണമെങ്കിൽ എഡിറ്റ് എന്ന ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതോടെ ബന്ധപ്പെട്ട ഭാഗത്തേക്ക് എത്തുകയും തിരുത്തൽ വരുത്തുകയും ചെയ്ത ശേഷം പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. തുടർന്ന് വരുന്ന സ്ക്രീനിൽ ഡിക്ലറേഷൻ രേഖപ്പെടുത്തി മൊബൈൽ OTP രേഖപ്പെടുത്തി ഫോം സമർപ്പിക്കാവുന്നതാണ്. ഫോം സബ്മിറ്റ് ആയാൽ കൺഫർമേഷൻ മെസ്സേജ് വരുന്നതാണ്. മെസ്സേജിലുള്ള ഡൗൺലോഡ് അസസ്മെൻറ്റ് നോട്ടീസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അസസ്മെൻറ്റ് നോട്ടീസ് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അസസ്മെൻറ്റ് നോട്ടീസിൽ നിർമ്മാണം നടത്തുന്ന കെട്ടിടത്തിൻ്റെ തരവും വിസ്തീർണവും അനുസരിച്ച് ഒടുക്കേണ്ട സെസ് തുക ലഭ്യമാകുന്നു. ഈ തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റിനായി കംപ്ലീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പായി ഒറ്റത്തവണയായോ തവണകളായോ ഒടുക്കേണ്ടതാണ്. സമർപ്പിച്ച ഫോം 1ൻ്റെ അസസ്മെൻറ്റ് നോട്ടീസ് സിറ്റിസൺ ലോഗിനിലെ അപ്ലൈ എന്ന ഓപ്ഷനിൽ നിന്ന് ബിൽഡിംഗ് സെസ് മൊഡ്യൂളിലെ അതർ സർവീസസ് എന്ന ഓപ്ഷൻ വഴി പിന്നീട് എപ്പോൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സെസ് തുക ഓൺലൈനായി അടയ്ക്കുന്ന രീതി വിവരിക്കാം. സെസ് തുക നിലവിൽ കെ സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ സിറ്റിസൺ ലോഗിൻ വഴി ഓൺലൈനായി മാത്രമേ അടയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ക്യാഷ് കൗണ്ടർ വഴി തുക അടയ്ക്കുവാൻ നിലവിൽ സാധ്യമല്ല. തുക ഒടുക്കുന്നതിനായി സിറ്റിസൺ ലോഗിനിലെ അപ്ലൈ എന്ന ഓപ്ഷനിലെ ബിൽഡിംഗ് സെസ് മൊഡ്യൂളിലെ പേ സെസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സെസ് തുക ഒടുക്കേണ്ട ഫയലിന് നേരെയുള്ള പേ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ സെസ് തുക മുഴുവനായോ ഭാഗികമായോ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. മുഴുവനായും അടയ്ക്കുകയാണെങ്കിൽ ഫുൾ പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ജനറേറ്റ് ചലാൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടയ്ക്കേണ്ട സെസ് തുക ലഭ്യമാകുന്നതാണ്. പ്രൊസീഡ് ടു പേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് എത്തുകയും നെറ്റ് ബാങ്കിങ്, UPI അല്ലെങ്കിൽ കാർഡ് തുടങ്ങിയ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താവുന്നതുമാണ്. ഭാഗികമായാണ് അടയ്ക്കുന്നതെങ്കിൽ പാർഷ്യൽ പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കെട്ടിടത്തിൻ്റെ
തരത്തിൻ്റെ പ്ലിന്ത് ഏരിയ ആവശ്യമെങ്കിൽ എഡിറ്റ് ചെയ്ത് അത്രയും ഏരിയയ്ക്ക് മാത്രമായ ഒന്നിലധികം തരത്തിലുള്ള കെട്ടിടമാണെങ്കിൽ ആവശ്യമുള്ള തരത്തിന് മാത്രമായ ചലാനോ ക്രിയേറ്റ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. സെസ് തുക ഓൺലൈനായി ഒടുക്കിയാൽ രസീത് ലഭ്യമാകുന്നതാണ്. രസീതിൽ തരവും വിസ്തീർണവും തിരിച്ച് ഒടുക്കിയതിൻ്റെ സെസ് തുകയുടെ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. അടച്ചിട്ടുള്ള രസീതുകൾ പേ സെസ്സിലെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന ലിങ്ക് വഴി പിന്നീടും എടുക്കാവുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ പേയ്മെൻറ്റ് പെൻഡിംഗ് ആണെങ്കിൽ ട്രാൻസാക്ഷന് നേരെയുള്ള റീഫ്രഷ് ബട്ടൺ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ഒന്നുകൂടി വെരിഫൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ലഭ്യമാകുമ്പോൾ അത് കെ സ്മാർട്ട് ആപ്ലിക്കേഷനിലെ ബിൽഡിംഗ് സെസ് മൊഡ്യൂൾ വഴി അതാത് അസസ്മെൻറ്റ് ഓഫീസിലേക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. ആയതിനുള്ള സംവിധാനം ഉടനെ ഈ ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തുന്നതാണ്. നന്ദി.